ലേബർ എന്ന് പറയുന്നത്, നാച്ചുറൽ ബർത്ത് എന്ന് പറയുന്നത് ഒരു പെയിൻഫുൾ പ്രോസസ്സ് തന്നെയാണ്. അപ്പം നമ്മുടെ ഇപ്പം സയൻസ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളിലും ലക്ഷറിയിലേക്കാണ് പോവുക. കഷ്ടപ്പെടാൻ നമുക്ക് താല്പര്യമില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് തന്നെ ജീവിക്കണം, അങ്ങനെയാണ് അല്ലേ? ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്, ഓരോ കാര്യങ്ങളും നമ്മൾ എയിം ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുപോലെ തന്നെ ലേബറിലും പെയിൻ സഫർ ചെയ്ത് തന്നെ ഡെലിവറി ആകണം എന്നില്ല, അത് ഓരോരുത്തരുടെ ചോയ്സാണ്. പിന്നെ അത് അപ്പം അതിനകത്ത് കൺസേൺ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പം പലർക്കും പെയിൻ ഇല്ലാതെ ഡെലിവറി ആകുമോ, ഇല്ല അതിന് സിസേറിയൻ്റെ സാധ്യത കൂടുതലാണോ, ഇല്ല കുഞ്ഞിന് നമ്മളോട് പിന്നെ സ്നേഹം ഉണ്ടാവുമോ, അതിലെന്തെങ്കിലും പ്രോബ്ലം വരുമോ. ഇപ്പം പൊതുവേ അങ്ങനെ ഒരു കുഞ്ഞും അമ്മയായിട്ടുള്ള ബന്ധത്തിൻ്റെ ഒരു ഇതാണ് പെയിൻ സഹിച്ച് ഡെലിവറി ആകുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു കോൺസെപ്റ്റൊക്കെ നമുക്കുണ്ട്. ആക്ച്വലി അതിലൊന്നും വലിയ കാര്യമില്ല. അങ്ങനെ പെയിൻ സഹിച്ച് തന്നെ ഡെലിവറി ആകണം എന്നാലേ സ്നേഹം തോന്നുള്ളൂ, അല്ലെങ്കിൽ ബാക്കിയുള്ള നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ചേഞ്ചസൊക്കെ കുഞ്ഞിന് അനുയോജ്യമായി ഉണ്ടാകുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നും ഇല്ല. അപ്പം ഡെലിവറി പെയിൻ ഇപ്പോൾ ഓരോരുത്തരിലും ആ പെർസെപ്ഷനും നമ്മുടെ പെയിൻ ഫൈബേഴ്സിൻ്റെ പെർസെപ്ഷൻ ഇതൊക്കെ ഓരോരുത്തരിലും ഡിഫറെൻ്റ് ആണ്. പെയിൻ സഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പെയിൻലെസ് ആയിട്ട് തന്നെ നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്കതിന് ഫെസിലിറ്റീസൊക്കെ അവൈലബിൾ ആണ്. അതിന് ഇഞ്ചെക്ഷൻസ് ഉണ്ട്, ഇൻഹലേഷണൽ ഏജൻസ് ഉണ്ട്. നൈട്രസ് ഓക്സിജൻ മിക്സർ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ശ്വസിച്ച് കഴിഞ്ഞാൽ പെയിൻ ഒരളവ് വരെ കുറയും. പിന്നെ ഇഞ്ചെക്ഷൻ ഉണ്ട്, സെഡേറ്റീവ്സ് ഉണ്ട്. അതുപോലെ തന്നെ എപ്പിഡ്യൂറൽ അനാൽജസിയ എന്ന് പറയുന്നത് നമ്മുടെ നട്ടെല്ലിലേക്ക് ഒരു ഇഞ്ചെക്ഷൻ ഇടുന്നതാണ്. അത് നമ്മുടെ കയ്യിലൊക്കെ ഇടുന്ന ക്യാനില പോലെ തന്നെ അതിനേക്കാളും ചെറിയ ക്യാനിലയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിലൂടെ ഡ്യൂറിങ് ദ ഹോൾ ത്രൂ ഔട്ട് ദ ലേബർ നമ്മൾ ഇഞ്ചെക്ഷൻ അതിലൂടെ പെയിൻ കില്ലേഴ്സാണ് കൊടുക്കുന്നത്. ഇപ്പം ജെൻസിലും എല്ലാവരിലും നമുക്ക് ലേഡീസിലാണെങ്കിലും ജെൻസിലാണെങ്കിലും ബാക്കിയുള്ള സർജറീസിന്, ഇപ്പം അംബിലിക്കസിന് താഴെയുള്ള, പൊക്കിളിന് താഴെയുള്ള എല്ലാ സർജറിക്കും മിക്കവാറും ഈ സ്പൈനൽ അനസ്തേഷ്യ, ഈ ബാക്കിൽ നട്ടെല്ലിടുന്ന ഇഞ്ചെക്ഷൻ തന്നെയാണ് കൊടുക്കുന്നത്. ആ അനസ്തേഷ്യ കൊടുക്കുമ്പം അനസ്തെറ്റിക് ഏജൻ്റാണ് ഉപയോഗിക്കുന്നത്. അനസ്തേഷ്യ തരിപ്പിക്കേണ്ട മരുന്നാണ് അതിനകത്തേക്ക് കൊടുക്കുന്നത്. പെയിൻ റിലീഫ് വേണ്ടപ്പം പെയിൻ റിലീഫിനുള്ളതാണ് കൊടുക്കുന്നത്. അത് തന്നെയുള്ളൂ ഡിഫറൻസ്. അപ്പം പൊതുവേ ഒരു ധാരണയുണ്ട് ബാക്ക് ഏക്ക് ഉണ്ടാകും എന്നുള്ളത്. എപ്പിഡ്യൂറൽ കൊണ്ട് ബാക്ക് ഏക്ക് ഉണ്ടാവില്ല. ഓക്കെ, അത് ഇപ്പം നമ്മൾ കയ്യിൽ ഇപ്പോൾ ഇഞ്ചെക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയും അവിടെ പെയിൻ ഉണ്ട് എന്ന്. 2 ദിവസം കയറി അടുത്തൊരു പ്രോബ്ലം ഉണ്ടാവും, അത്ര തന്നെയുള്ളൂ. അല്ലാതെ വർഷങ്ങളോളം ബാക്ക് ഏക്ക് വരുന്നത് അതുമായിട്ടൊന്നും സയൻറ്റിഫിക്കലി റെലവൻ്റേ അല്ല കേട്ടോ. പിന്നെ വേറെ എന്താണ് അതിനകത്ത്? ഇനി എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞാൽ ഡെലിവറി ആകാതിരിക്കുമോ? എപ്പിഡ്യൂറൽ ഇട്ടാലും ഇട്ടില്ലെങ്കിലും ചില പെൽവിസിലൂടെ ബേബി കടന്നു വരാൻ ബുദ്ധിമുട്ടുണ്ടാകാം. ഇല്ലെങ്കിൽ ചിലപ്പം നല്ല പെയിൻ വരുമ്പം ബേബിക്ക് അത് താങ്ങാൻ പറ്റുന്നില്ല, വേറെ എന്തെങ്കിലും ഇപ്പം ബ്ലഡ് സർക്കുലേഷനിലൊരു പ്രോബ്ലമോ എന്തെങ്കിലും, അല്ലെങ്കിൽ പൊക്കിൾക്കൊടി ടൈറ്റായിട്ട് ഇരിക്കുന്നവരിലോ ഒക്കെ ഈ ബേബിയുടെ ഹാർട്ട് ബീറ്റ് കുറയാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല കണ്ടീഷൻസ് ഉണ്ട്. അത് എപ്പിഡ്യൂറൽ ഇട്ടില്ലെങ്കിലും ഉണ്ടാകാം, ഇട്ടാലും ആ ഒരു ഫാക്ടേഴ്സൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സിസേറിയനിലേക്ക് പോകുള്ളൂ. അല്ലാതെ എപ്പിഡ്യൂറൽ പെയിൻ ഇല്ല എന്ന് പറയുന്നത് പേഷ്യൻ്റ് പെർസീവ് ചെയ്യുന്നു, പേഷ്യൻ്റ് അറിയുന്നില്ല. യൂട്രസിൽ കൺട്രാക്ഷൻസ് ഉണ്ട്, ആ ഫിസിയോളജി എല്ലാം നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, യൂട്രസിൻ്റെ മൗത്ത് റിലാക്സ് ചെയ്യുകയും ഡയലേറ്റ് ചെയ്യുകയും ബേബി ഡിസെൻഡ് ചെയ്യുകയും ചെയ്യും. ആ പ്രോസസ്സിന് ഒരു ഹിൻഡ്രൻസും ഇല്ല. പിന്നെ നമ്മൾ പൊതുവേ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, എപ്പിഡ്യൂറിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് പേഷ്യൻ്റ് കിടക്കുമ്പം കുറച്ച് ഫാസ്റ്റായിട്ട് തന്നെ ഡെലിവറി ആകുകയും ചെയ്യും. അപ്പോൾ ഈ മസിൽസ് ഒന്നും ടൈറ്റായിട്ട് വെക്കില്ല. പുഷ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റ് പുഷിങ്ങിൽ ചിലപ്പോൾ അത്ര കണ്ട് തോന്നില്ല പുഷ് ചെയ്യാൻ. അങ്ങനെയുള്ള കേസസിൽ ചിലപ്പം വാക്യൂം അപ്ലൈ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ളൂ. അത് ഞങ്ങൾ ആ സമയത്ത് അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യും, പുഷിങ് കൂടുതൽ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പിഡ്യൂറൽ ആ കത്തീറ്ററിലൂടെ കണ്ടിന്യൂസ് ഇഞ്ചക്ഷൻ മരുന്ന് പോവുക ചെയ്യുന്നത് കേട്ടോ, ഇൻഫ്യൂഷൻ ഇടുകയാണ് ചെയ്യുന്നത്. ചില ഹെമറ്റോളജിക്കൽ ഡിസോർഡേഴ്സിലൊക്കെ നമുക്ക് എപ്പിഡ്യൂറിൽ ഇടാൻ അതിനകത്ത് കോൺട്രാ ഇൻഡിക്കേഷൻസ് ഉണ്ട്. അത് വളരെ റെയറാണ്. അത് അനസ്തെറ്റിസ്റ്റ് എക്സാമിൻ ചെയ്തിട്ട് തന്നെയാണ് ഈ പേഷ്യൻ്റ് എപ്പിഡ്യൂറിൽ ഇടാം എന്നുള്ളത് നോക്കിയിട്ട് തന്നെയാണ് കൊടുക്കുക. അത് ഇപ്പം ഈ ലേബറിന് മാത്രമല്ല എപ്പിഡ്യൂറിൽ ഇടുക, ലോങ് അവേഴ്സ് ഓഫ് സർജറി വേണ്ടവരിൽ പെയിൻ റിലീഫ് പെൽവിക് സർജറീസിനൊക്കെ യൂഷ്വലി അത് ഇടുക. അത് ലേബറിന് മാത്രമുള്ളതല്ല. എപ്പിഡ്യൂറിൽ ഇപ്പം നമുക്ക് ഹിസ്റ്റക്ടമിക്ക് ഇടാറുണ്ട്,
ജെൻസിനിടാം, വലിയ വലിയ സർജറി. ഇപ്പം കൂടുതൽ നേരം വേണ്ടത്, അതുപോലെ പോസ്റ്റ് ഓപ്പ് പീരീഡിൽ പെയിൻ റിലീഫ് നന്നായി വേണ്ടവരിലെല്ലാം എപ്പിഡ്യൂറൽ ഇടും. തിയേറ്ററിൽ വെച്ച് തന്നെ സർജറിക്ക് മുന്നേ എപ്പിഡ്യൂറൽ കത്തീറ്റർ അതിലൂടെ ആദ്യം അനസ്തെറ്റിക് ഏജൻറ്റ് കൊടുത്ത് ആ സർജറി കഴിഞ്ഞാൽ പിന്നെ പെയിൻ റിലീഫിനുള്ള ഡ്രഗാണ് കൊടുക്കുന്നത്. അത് 2 or 3 days വെക്കും. അല്ല പ്രോബ്ലം. പ്രത്യേകിച്ച് ഒരു ആഫ്റ്റർ ഇഫക്റ്റും ഇല്ല. നമുക്കിപ്പം കയ്യിൽ ഇഞ്ചെക്ഷൻസ് തരുന്നു, ചിലപ്പം ഇവിടെയൊക്കെ ഇഞ്ചെക്ഷൻസ് കരോട്ടിഡ് കാൻലാസ് ഇടില്ലേ, അങ്ങനെ പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ആഫ്റ്റർ ഇഫക്റ്റ് ഒന്നുമില്ല. സാധാരണ ഒരു ഇഞ്ചെക്ഷൻ പോലെ തന്നെ ഉള്ളൂ. ഇപ്പം ജെൻസിനൊക്കെ ഇടുന്നതാണ്. അപ്പം ഇതിലെന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ബാക്ക് ഏക്ക് വരുന്നതെന്ന് പറയും. ഒരിക്കലും അതുകൊണ്ടല്ല ബാക്ക് ഏക്ക് വരുന്നത്. കാരണം ഒരു ഡെലിവറി കഴിയുമ്പോഴത്തേക്ക് വണ്ണം കൂടുന്നു, ഇതല്ലേ, കൂടുതൽ എക്സസൈസ് ഒന്നുമില്ല, അനങ്ങാണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് വണ്ണം കൂടുന്നു, ഫുഡും അതുപോലെ കഴിക്കുന്നു. അപ്പോൾ അബ്ഡോമിനൽ ഒബേസിറ്റി വരുന്നു, മൊത്തത്തിൽ ഒബേസ് ആകുന്നു. നമ്മൾ ഒബേസ് ആകുമ്പോൾ നമ്മുടെ നട്ടൽ തന്നെയല്ലേ അത് താങ്ങി നിർത്തേണ്ടത്. പെയിൻ വരും. പിന്നെ ഒരു ലംബാർ ലോഡോസിസ് എന്ന് പറഞ്ഞു വരും. വയറ് പൊന്തുമ്പോഴത്തേക്ക് ഇങ്ങനെ ആകും, ബാക്കിലൊരു കേർവ് എക്സാജറേറ്റഡ് ആകും, പെയിൻ ഉണ്ടാവും. അങ്ങനെയാണ് ബാക്ക് ഏക്ക് ഉണ്ടാവുക. കാരണം ജെൻസ് ആരും പറയുന്നില്ലല്ലോ, ഇപ്പം സ്പൈനൽ അനസ്തേഷ്യ കൊടുത്തിട്ട് ഇങ്ങനെ ബാക്ക് ഏക്ക് വന്നു എന്ന് ആരും പറയാറില്ല. എപ്പിഡ്യൂറലിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്, ഇപ്പോൾ നമുക്ക് ഇപ്പോൾ സപ്പോസ് ഒരു പേഷ്യൻറ്റ് നല്ല പെയിൻ തുടങ്ങുന്നത് ടോട്ടലി അൺഫേവറബിൾ സെർവിക്സിലാണെങ്കിൽ ചിലപ്പോൾ അവർ ഒരുപാട് സമയം കിടന്നിട്ടേ ഡെലിവറി ആവുള്ളൂ. ചിലപ്പോൾ ചിലർ ഒരു ദിവസം 2 ദിവസമൊക്കെ പെയിനിൽ കിടന്നിട്ടായിരിക്കും ഡെലിവറി ആവുന്നത്. അപ്പോൾ യൂഷ്വലി എപ്പിഡ്യൂറലൊക്കെ ഉണ്ടാവുമ്പോൾ പേഷ്യൻറ്റ് കുറേയും കൂടെ ടൈം വെയിറ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ അൺഫേവറബിൾ സർവീസ് പല പേഷ്യൻസും നമുക്ക് വേണ്ട രീതിയിൽ ടൈം കൊടുക്കാൻ പറ്റും. മറ്റേത് അവർ ഭയങ്കര പെയിനായിട്ട് കരയുമ്പോൾ കൂടെ ഉള്ളവർക്ക് അതിനെക്കാട്ടിയും ടെൻഷനാണ്. ഡോക്ടറെ എത്ര നേരമായി, എന്താ ആവാത്തത്, അവൾ കിടന്ന് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരപ്പോഴേക്ക് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം വെയിറ്റ് ചെയ്ത് കുറേ കൂടെ കംഫർട്ടബിളായിട്ട് കിടക്കുമ്പോൾ നോർമൽ ഡെലിവറിയുടെ ചാൻസ് അവിടെ കൂടുകയാണ് ചെയ്യുന്നത്. കാരണം നോർമൽ ഡെലിവറിക്ക് നമ്മൾ വേണ്ട ടൈം കൊടുത്തില്ലെങ്കിൽ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ കുഞ്ഞ് മുകളിലായിരിക്കും, അവിടുന്ന് കുഞ്ഞ് ഇറങ്ങി വരുമ്പോൾ തലയിൽ കുറച്ച് ചേഞ്ചസ് വരും, ഷേപ്പിൽ ചേഞ്ച് വരും. ചിലപ്പോൾ കുട്ടി ആ ഒരു ഡയറക്ഷനിലേക്കോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കോ ഒക്കെ റൊട്ടേറ്റ് ചെയ്ത് വളരെ സ്ലോ ആയിട്ട് പതിയെ ഇറങ്ങി വരികയാണെങ്കിൽ ലാസ്റ്റ് ആ ഔട്ട്ലെറ്റിന് സ്ഥലത്തെത്തുമ്പോഴും കുഞ്ഞിന് പുറത്തോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം വളരെ തിരക്ക് പിടിച്ച് വേണ്ട രീതിയിൽ ടൈം നമ്മൾ കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് ഡെലിവറി ആക്കേണ്ടി വരികയാണെങ്കിൽ അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ കുഞ്ഞിനെ പുറത്തോട്ട് എടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കുഞ്ഞിൻ്റെ മിടിപ്പിൽ കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ആ വേണ്ട ടൈം വേണ്ട രീതിയിൽ കൊടുക്കാൻ എപ്പിഡ്യൂറലാകുമ്പോൾ പറ്റും. അപ്പോൾ പലർക്കും എപ്പിഡ്യൂറലിനെ പറ്റി ഒരുപാട് പേടിയുണ്ട്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. പിന്നെ നമ്മുടെ റേറ്റ് എപ്പിഡ്യൂറലാകുമ്പോൾ എന്തായാലും കുറച്ചുകൂടെ കൂടും. എനിക്ക് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല, പക്ഷേ അറൗണ്ട് 13,000 ആണെന്ന് തോന്നുന്നു. 13,000 തോന്നുന്നു ആ റേറ്റ് കൂടുതൽ വരുന്നത്. പക്ഷേ എന്തായാലും കുറച്ച് ടൈം എടുത്ത് ഡെലിവറി ആവുന്നവരാണെങ്കിൽ അവർക്ക് എന്തായാലും അത് ഡെഫിനറ്റ്ലി അഡ്വാൻറ്റേജ് ഉണ്ട്. അതേസമയം പെട്ടെന്ന് ഡെലിവറി ആവുന്നവർക്ക് വലിയ ആവശ്യമൊന്നുമില്ല. പിന്നെ ഈ ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ പേഷ്യൻ്റ് വേണ്ട രീതിയിൽ സ്ട്രെയിൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് എപ്പിഡ്യൂറലിലൂടെ മെഡിസിൻ പിന്നെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഒരു ½ an hour അതിൻ്റെ എന്തായാലും നന്നായി പുഷിങ് ഫോഴ്സ് വരും. അപ്പോൾ പേഷ്യൻ്റ് പുഷ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ആ ടൈമിൽ സ്റ്റോപ്പ് ചെയ്യും. പിന്നെ എല്ലാവരിലും അത് 100% ആക്ട് ചെയ്തോളണമെന്നില്ല. ചിലപ്പോൾ ചിലർ കുറച്ചൊക്കെ പെയിൻ അറിയാറുണ്ട്. നമ്മൾ റിപ്പീറ്റഡ് ഡോസ് കൊടുക്കുമ്പോൾ അവർ കുറേയും കൂടെയൊക്കെ കംഫർട്ടബിൾ ആവും. പിന്നെ അതേപോലെ ലേബർ പെയിൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇടാറില്ല, എസ്പെഷ്യലി അൺഫേവറബിൾ സെർവിക്സ് ആണെങ്കിൽ. അപ്പോൾ അവരിൽ കുറച്ച് നേരം ടൈം കൊടുത്ത് കുറച്ച് കൺട്രാക്ഷൻസൊക്കെ വന്നതിന് ശേഷമാണ് ഇടാറ്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല എഫക്റ്റ് കാണാറുള്ളത്. എന്തായാലും നമ്മളിപ്പോൾ ചിലരോട് പറയുകയാണ് നിങ്ങളുടേത് പെട്ടെന്നാവില്ല, ഒരുപാട് സമയം എടുക്കും എന്ന് പറയുന്നവരാണെങ്കിൽ അവർക്ക് എപ്പിഡ്യൂറൽ ആക്സെപ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. മെയിനായിട്ട് ഇതാണ്, നമുക്ക് നോക്കാനുള്ളൊരു കംഫർട്ടാണ് പേഷ്യൻറ്റിന്. വെയിറ്റ് ചെയ്യുന്നതും രോഗി വളരെ റിലാക്സ്ഡ് ആകുമ്പോൾ, മസിൽസ് റിലാക്സ് ആകുമ്പോൾ നമ്മൾ ഞങ്ങളൊക്കെ ആദ്യം ഇതേപോലെ തന്നെ വിചാരിച്ചിരുന്നത് ലേറ്റ് ആവുമെന്നാണ്. പക്ഷെ നമ്മളിപ്പോൾ ഈ കുറച്ച് കാലത്തെ അനുഭവം വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം സിസേറിയൻ വേണ്ടി വരുന്ന വിചാരിച്ച കാര്യം പേഷ്യൻ്റ് പോലും ചിലപ്പോൾ നോർമലായിട്ട് വരാറുണ്ട്. കാരണം എപ്പിഡ്യൂറൽ ഇട്ട് കഴിഞ്ഞ് മസിൽ നല്ല റിലാക്സ്ഡ് ആകുമ്പോൾ കുട്ടി ഒന്നും കൂടെ വേഗം ഇറങ്ങി വന്നിട്ട് ഡെലിവറി ആവുമെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഏത് മരുന്നും ആ മരുന്നിൻ്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറേ ഉണ്ടാവുള്ളൂ എപ്പിഡ്യൂറലിൻ്റെ. അപ്പോൾ അതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. അല്ല, ക്വസ്റ്റ്യൻ ആക്ച്വലി അത് എത്രത്തോളം ഇഫക്റ്റീവ് ആവും എന്നായിരുന്നു അല്ലേ? ആക്ച്വലി അത് മാഡം പറഞ്ഞ പോലെ തന്നെ 100% പെയിൻ റിലീഫ് കിട്ടും എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഓൾമോസ്റ്റ് ഒരു 50 to 80% പെയിൻ റിലീഫ് എന്തായാലും കിട്ടും.
അപ്പോൾ ഒരു ഇൻ ലേബറിൽ എസ്പെഷ്യലി ആക്റ്റീവ് ലേബറിൽ കിടക്കുന്ന പേഷ്യൻസിന് ആ ഒരു 50 to 80% എന്ന് പറയുന്നത് തന്നെ ഒത്തിരി ഹെൽപ്ഫുള്ളായിരിക്കും. വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ആക്ച്വലി ഓൾമോസ്റ്റ് ഒരു 80 to 90% ഓഫ് ദ ഡെലിവറീസ് ആർ എപ്പിഡ്യൂറൽ. നമ്മളെ പേഷ്യൻസ് പിന്നെ നമ്മുടെ കുറച്ച് മിത്തുകൾ, പിന്നെ അതുപോലെ നമ്മുടെ കുറേ സൂപ്പർസ്റ്റിഷ്യൻസ് ഒക്കെ കാരണം കുറേ പേര് ഇപ്പോഴും എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻസ് ആർ സ്റ്റിൽ അൺവില്ലിങ് ടു ഗോ ഫോർ ദാറ്റ്. Actually, it is one of the best options that we can offer to our patients.